നമ്മുടെ മനസ്സിനെ നമുക്കെങ്ങനെ ഓൺ ചെയ്യാം എന്നുള്ളതൊരു ചോദ്യമാണ്, എല്ലാവരിലുമുള്ള ചോദ്യമാണ്. നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ചില സമയങ്ങളിൽ നമുക്കത് പ്രശ്നമല്ല, നമ്മളുടെ മനസ്സിങ്ങനെ വാണ്ടർ ചെയ്ത് പോയാലും എന്തൊക്കെ തോട്ട്സ് വന്നു കയറിപ്പോയാലും നമുക്കത് വിഷയമല്ല. പക്ഷെ ചില സമയങ്ങളിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇതാണ്. കാരണം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇതൊരു സാധാരണമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓർഡിനറി ആയിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും നടക്കുന്ന കുറേ കാര്യങ്ങളായിട്ട് തന്നെ മാറുകയാണ് നമ്മുടെ ചിന്താഗതികൾ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ചിന്തകൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. സോ ആ സമയത്താണ് നമ്മൾ ഇതിൻ്റെ റെലവൻസ് അറിയുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിൻ്റെ പവറിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും, അതേപോലെ തന്നെ എങ്ങനെ കൺട്രോൾ കൊണ്ടുവരണം, എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നതും അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നതൊക്കെ അവർ ചിലപ്പോൾ ഒരു ട്രോമയിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ്, ഏതെങ്കിലും ഒരു വലിയ രോഗം ഡയഗ്നോസ് ചെയ്യുമ്പോഴായിരിക്കും അതിനെപ്പറ്റി അവർ എന്താ പറയുക ആകുലരാകുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇതൊന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ. അതേപോലെ നമ്മുടെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളുടെ ഒരു മാനസികാവസ്ഥ ഒരു മോശാവസ്ഥയിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഓക്കെ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു നെസസിറ്റി നമ്മളുണ്ടാകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ വന്നാലും അഥവാ ഒരു ചെറിയ പ്രശ്നം വന്നു നമ്മളതിനെ ഓവർകം ചെയ്യുമ്പോൾ പിന്നെ നമ്മളത് മറക്കും. നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വി ആർ ബാക്ക് ടു അവർ നോർമൽ ലൈഫ് എന്നുള്ളതാണ്. പക്ഷേ ഈ നോർമൽ ലൈഫിൽ നിൽക്കുമ്പോഴും നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്. നിങ്ങളുടെ മനസ്സ് എന്ത് ചിന്തിക്കുന്നു എന്നതിനെ പറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങളൊരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പ്രാക്ടീസസിലൂടെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ന്യൂറോ സയൻസും അതേപോലെ തന്നെ മൈൻഡിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസും ഒക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പം എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ അഫർമേഷൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മുടെ ചിന്താഗതികളെ കൺട്രോൾ ചെയ്യാനായിട്ട്. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടുകൾ എഴുതുമ്പോൾ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ ജേർണലിംഗ് എന്ന് പറയുന്ന ടെക്നിക്സിലൂടെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഒരു സ്റ്റേണായിട്ടൊരു ഡിസിഷൻ എടുക്കുക, ഒരു ഗോൾ ഉണ്ടാക്കിയെടുക്കുക, ലൈഫിലൊരു ഗോൾ ഉണ്ടാക്കിയെടുക്കുക, ആ ഗോളിനെ പറ്റി കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ഗോൾ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ വാൻഡർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കപ്പലിന് എവിടെ എത്തിച്ചേരണം എന്നുള്ള ഡെസ്റ്റിനേഷൻ ആ കപ്പിത്താൻ്റെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കപ്പൽ കടലിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയുള്ളൂ, അല്ലേ, വാൻഡർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എക്സാക്ട്ലി ഇത് സെയിം ആണ് നമ്മുടെ മനസ്സിൻ്റെ സിറ്റുവേഷൻ എടുത്താലും. നമുക്കൊരു ഗോളില്ല, നമുക്കൊരു ഫോക്കസ് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചാടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറുന്നത്. ആ ടൈമിലാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നതും ആ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ. അപ്പം എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുക, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കണം. മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബോഡിയെയും അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ദൃഢനിശ്ചയം എടുക്കുകയാണ്, നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യും, അതേപോലെ നമ്മുടെ ഡയറ്റ് നമ്മൾ പ്രോപ്പറാക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ മൈൻഡിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ഏറ്റവും പാടുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിൽ, ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും പാടുള്ളൊരു കാര്യമാണ് നമ്മുടെ രുചിയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഈ രുചിയെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യാനുള്ളൊരു വിൽ പവർ നമ്മളിലുണ്ടാകും. കാരണം രുചി നമുക്ക് ഭയങ്കര പാടാണ്. നമുക്കിഷ്ടമുള്ള, നമുക്ക് നാവിന് ടേസ്റ്റുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കും. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല പല ആസ്പെക്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് ബുക്കുകൾ നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ മൈൻഡിൻ്റെ പവറിനെ പറ്റിയിട്ട് പറയുന്നത് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ബുക്കുണ്ട്. നമ്മൾ ആളുകളുടെ പേരുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഇൻ്റർനാഷണലി വെൽ റിനൗൺഡ് ആയിട്ടുള്ള ആളുകളാണ്. ഏൾ നൈറ്റിംഗേൽ, അതേപോലെ തന്നെ ബോബ് പ്രോക്ടർ. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്ക്. അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അവൈലബിൾ ആണ്. പിന്നെ റോണ്ട ബൈൻ ആണ് അതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത്. റോണ്ട ബൈൻ്റെ തന്നെ വേറൊരു ബുക്കാണ് മാജിക് എന്ന് പറയുന്ന ബുക്ക്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു മൈൻഡ് പവറിനെ പറ്റി സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബുക്കുകൾ നിങ്ങൾക്ക് വായിക്കാം. അതേപോലെ തന്നെ വീഡിയോസ് ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ് നമുക്ക് വീഡിയോസൊക്കെ. ഇപ്പോൾ ഡോക്ടർ ജോയ് ഡിസ്പെൻസ ഇതിനെപ്പറ്റി നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ്രൂ ഹ്യൂബർമാൻ ഇതിനെപ്പറ്റി നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബോബ് പ്രോക്ടർ ഇതിനെപ്പറ്റി നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടാൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ ഡിസിഷനാണ് ഈ അവബോധത്തിൻ്റെ പുറകെ പോയി നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രയത്നത്തിലേക്ക് കടക്കണോ വേണ്ടോ എന്നുള്ളത് ഇറ്റ് ഈസ് അവർ ഓൺ ഡിസിഷൻ. പക്ഷേ നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും.
എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്.